ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പിസ്ത ഷെൽസ് വെച്ച് ഇന്ന് നമുക്കൊരു വാൾ ഡെക്കർ ചെയ്തെടുക്കാം. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പഴയ ഷാളാണ്. പിന്നീട് നമ്മളിവിടെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നൂലും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഓരോ പിസ്ത ഷെൽസും നമ്മൾ എടുത്തിട്ടുള്ള ഷാളിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇവിടെ ആയിട്ട് നമുക്ക് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറേ എണ്ണം നമുക്ക് ചെയ്തെടുക്കണം. ഇന്ന് നമുക്ക് പിസ്ത ഷെൽസ് വെച്ച് ഒരു തുള്ളി പെയിന്റ് എടുക്കാതെ പല കളർ പൂക്കൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പിസ്ത ഷെൽസിൽ നിന്നും കുറേ എണ്ണം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മളിതാ ഇതുപോലെ കുറേ എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറാണ്. ഇതിൽ നിന്ന് നമുക്ക് 2 റൗണ്ട് ഷേപ്പുകൾ വരച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് 2 റൗണ്ട് ഷേപ്പുകൾ വരച്ചെടുക്കുകയാണ്. നമ്മൾ വരച്ചെടുത്തത് രണ്ടും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിലേക്കാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മളത് പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ആദ്യം നമ്മൾ അതിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കതിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഓരോന്നും നമ്മൾ അതിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രിക്കിലൂടെ പിസ്തയുടെ തോടുകൾ വെച്ച് പല കളർ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. ഓരോ പിസ്ത തോടും ഷാളിൽ കവർ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ടൈം വേണം. നമ്മൾ TV കാണുന്ന ടൈമിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മുടെ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫ്ലവർ നമ്മൾ ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ നമുക്കിനി അടുത്ത ഫ്ലവറും ചെയ്തെടുക്കാം. പഴയ ഷാളുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ഫ്ലവറും ഇതുപോലെ ചെയ്തെടുത്തു. 3 പൂക്കളാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മളിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ കളർ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചു കൊടുത്തു. ഗ്രീൻ കളർ ലൈനിങ് ക്ലോത്തിൻ്റെ പീസിൽ നിന്നാണ് നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഇലകളും കട്ട് ചെയ്തെടുത്തു. ഫ്ലവറിൻ്റെ തണ്ടായിട്ട് നമ്മൾ ഗ്രീൻ കളർ ജൂട്ട് ത്രെഡാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ആദ്യം നമുക്കിതിലേക്ക് തണ്ടുകളൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ആദ്യം ഇതിലേക്ക് തണ്ടുകളൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മൾ തണ്ടുകൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഫ്ലവർ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഒരു ഫ്ലവർ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത പൂക്കൾ നമുക്കിനി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ജൂട്ട് ത്രെഡിൻ്റെ ചെറിയ പീസുകൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ജൂട്ട് ത്രെഡിൻ്റെ ചെറിയ പീസുകൾ ഒട്ടിച്ചു കൊടുക്കുന്ന ഇതിലെല്ലാം നമുക്ക് ഇലകൾ ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മൾ അതെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലകൾ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ഇലകളെല്ലാം ഇതിലേക്കൊന്ന് വെച്ച് നോക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ ഇലകളെല്ലാം അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഇലകളെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് ചുമരിൽ തൂക്കിയിടാനുള്ളതും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അതും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന പിസ്തയുടെ തോടുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.